ഇന്നിപ്പോ നേരത്തെ കാലത്ത് തന്നെ എണീറ്റ് ബീച്ചിലേക്ക് കളിക്കാൻ പോവാണ് കേട്ടോ. നേരത്തെ എഴുന്നേക്കാൻ മനസ്സുണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു 8 മണി ആകുമ്പോഴേക്കും ഒരു 11 മണിയുടെ ഫീലാണ്. അത്രയ്ക്ക് വെയിലാ പെട്ടെന്ന് തന്നെ വരിക. അങ്ങനെ ബീച്ച് എത്തിയതിനു ശേഷം പിന്നെ ഇവളുടെ കൈ വിടാൻ പറ്റാത്ത അവസ്ഥയായി. ഓടുന്നു, ചാടുന്നു, മറിയുന്നു, വെള്ളത്തിലേക്ക് തന്നെ. കാണാനൊക്കെ നല്ല ഇഷ്ടമാണെങ്കിലും ഞാൻ അധികം ആഴത്തിലേക്ക് ഇറങ്ങില്ല. എന്റെ പണി ഇതൊക്കെയായിരുന്നു കേട്ടോ. എന്നാലും ഇയാൾ ഇത് എങ്ങോട്ടായിരിക്കും. അങ്ങനെ നല്ല വെയിലായതിനു ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെയും ബെനോലിയം ബീച്ചിലേക്ക് എത്തി. ഒരാൾ തൊപ്പിയൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നു. അഗൈൻ ബെനോലിയം ബീച്ചിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. വന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. എന്റെ കൂടെ കയറിയ ഗൈഡിനോട് വയസ്സ് ചോദിച്ചപ്പോ അവൻ പറയാ 14. ചെറിയൊരു ചെക്കനെയാണ് കൂടെ വിട്ടിരിക്കുന്നത്. തിരിച്ചത്തെ ഭാഗ്യം നീ ഞാനും വിജയിച്ചു. ഇത് പൊട്ടി താഴെ വീണാൽ ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ, കയറ് പൊട്ടി പോകുന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. ചെക്കനും വെട്ടറ തോന്നുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി വ്യൂ എനിക്ക് കിട്ടിയിട്ടോ. തൊപ്പിട്ടാലും മാത്രമേ ബീച്ചിൽ കളിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇട്ടിരിക്കുന്നതാണ്. നൈറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ബീച്ചൊക്കെ നന്നായിട്ട് ഓൺ ആയി വരുന്നുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ തന്നെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ തന്നെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ സെറ്റ് ചെയ്തു. ഞാനൊരു ചോക്ലേറ്റ് പാൻ കേക്ക് ആയിരുന്നു വാങ്ങിയത്. പക്ഷെ നല്ല അസലായിട്ട് പാളിട്ടോ. ഈമോ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായിട്ടോ. ജീവിക്കാനുള്ള ഓരോ കഷ്ടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ മെല്ലെ ഇറങ്ങി. അപ്പൊ ഇന്നത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.